Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ കേട്ടിട്ട് എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ഇറങ്ങിയപ്പോൾ തൊട്ട് കുറേ പേർക്കുള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഉറപ്പാണ് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പറ്റുന്നത് എന്ന് നോക്കാം. ഇത് K1-ന്റെ ആണ് കേട്ടോ. ആദ്യം പറയുന്നത് K1 സൈക്കോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ബന്ധങ്ങൾ ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് ആൻസർ വന്നിരിക്കുന്നത് B ആണ്. പക്ഷേ ഇതിലെ എയും ബിയും ആൻസർ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമുക്കിത് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കുക. അതിനുള്ളൊരു നമുക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസ് വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ആണ് നമ്മുടെ TTCയുടെ ടെക്സ്റ്റ് ബുക്ക്, സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു പേപ്പറാണിത്. അപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കറക്റ്റ് ആയിട്ട് ആ ഒരു A എന്നുള്ളൊരു ഓപ്ഷനും ശരിയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്തത് ഇതുപോലെ തന്നെ K1 നമ്മുടെ മാത്സി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A53. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് രമ്യ 6 ദിവസവും രാഹുൽ 5 ദിവസവും ജോലി ചെയ്തു. 2 പേർക്കും കൂടി 13,200 രൂപ കിട്ടുന്ന ആ ഒരു കണക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ആൻസർ അല്ലെങ്കിൽ ഇവിടുത്തെ ആൻസർ 7,200 ആണ്. പക്ഷേ എന്താണ്, പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പോൾ ഇവിടെ ഓപ്ഷൻ C 6,000 ആണ് വന്നത്. ഇത് നമുക്ക് 2 ആൻസറും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് PSC എക്സാംസിനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ A തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, അതുമല്ലെങ്കിൽ എന്താണ്, ഇത് 2 ആൻസറും ഓപ്ഷൻ Aയും വരും ഓപ്ഷൻ Cയും വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് K1-ന്റെ തന്നെ ഇംഗ്ലീഷ് പാർട്ടാണ്. ഇംഗ്ലീഷ് പാർട്ടിൽ 138ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ D ആയിരുന്നു. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ ഇല്ല. ശരിക്കും വരേണ്ടത് ഏതാണ്, ഓപ്ഷൻ C ആണ്. അവിടെയും എന്താണ്, ഈഫ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈസ് ആണ് വരേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഇവിടെ വരുന്നില്ല. ഇനി അടുത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം 144ാമത്തെ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെയാണ്. ഇതിനും എന്തില്ല, കറക്റ്റ് ആൻസർ ഇല്ല. പക്ഷെ അതും എന്താണ്, പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ആൻസർ A ആയിരുന്നു. ഹു എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ 147ാമത്തെ ക്വസ്റ്റ്യൻ, ഇതില് റോങ്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ C ആണ്, അറ്റൻഡൻസ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഈ 4 ഓപ്ഷനും എന്താണ്, കറക്റ്റ് ആയിട്ട് സ്പെല്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും എന്തില്ല, കറക്റ്റ് ആൻസർ ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ചലഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഹാജരാക്കണം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടല്ലോ, നിങ്ങൾ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SCERT ടെക്സ്റ്റുകളോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇതല്ല എന്ന് കാണിച്ച് നമുക്ക് എവിഡൻസ് വെച്ച് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് K2-വിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് സൈക്കോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇന്ത്യയിലെ ചില വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. സൈക്കോളജി പെഡഗോജി പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ കൊടുത്തിരുന്നത് ഓപ്ഷൻ A ആണ്. അത് നോക്കുക, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നടപ്പിലാക്കിയ വർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓപ്ഷൻ A വരുമ്പം ഇതിന് കറക്റ്റ് ആയിട്ടൊരു ആരോഹണ ക്രമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതും ക്യാൻസൽ ആയി പോവാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ K3-ലേക്ക് വരികയാണെങ്കിൽ K3-യുടെ എല്ലാ സബ്ജക്റ്റിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതുപോലെ തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കാണും. നമ്മൾ പെട്ടെന്ന് എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ സയൻസിൽ
ആദ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നോക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്യുവർ ഫോം ഓഫ് കാർബൺ. ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് ഫുള്ളറീൻ ആണ്. പക്ഷെ എന്താണ്, നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം ഡയമണ്ട് ആണ് അല്ലെ ഏറ്റവും പ്യുവറസ്റ്റ് ഫോം. ഫുള്ളറീനും പ്യുവറസ്റ്റ് ഫോം ആണെങ്കിലും കാർബണിന്റെ എക്സാക്ട് പ്യുവറസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് ഡയമണ്ട് ആണ്. സോ അവിടെയും ആൻസർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ഡെൻസസ്റ്റ് മെറ്റൽ ഓൺ ദി എർത്ത്. ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓസ്മിയം ആണ്. ഇവിടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ഏതാണ്? ടങ്സ്റ്റൺ ആയിരുന്നു. അപ്പം അത് ഒന്നെങ്കിൽ ഓസ്മിയം അല്ലെങ്കിൽ ഇറീഡിയം. ഇതാണ് ഡെൻസസ്റ്റ് മെറ്റൽ എന്ന് പറയുന്നത്. സോ ഇവിടത്തെ ആൻസറും ഏതാണ്? മിസ്റ്റേക്ക് ഉണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി അടുത്തത് 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാഥോഡ് റേനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ടു കാഥോഡ് റേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്, ഞാൻ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നില്ല, ഫസ്റ്റും 3യുമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയിൽ അത് ബി ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ട്. ആ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അടുത്തൊരു ക്വസ്റ്റ്യനും ഫിസിക്കൽ സയൻസിൻ്റെത് തന്നെയാണ്. 115ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ a ferromagnetic materials is heated above its Curie temperature എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ് പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച്. പക്ഷെ നമ്മുടെ എക്സാക്ട് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഇതിൽ ബിയും സിയും ഓപ്ഷൻ ആയിട്ട് വരാം. പക്ഷെ സി തന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല. ബിയും സിയും കൂടെ ഒരുമിച്ച് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആൻസർ എടുക്കാം. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്? ഇറ്റ് ബിക്കംസ് പാരാമാഗ്നറ്റിക് ആണ് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ 116ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉള്ളൊരു വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഏതെന്ന് പറയുന്നത് 4000 ന്യൂട്ടൺ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ആൻസർ തന്നിരിക്കുന്നത് ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? 4000 ന്യൂട്ടൺ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് K3 ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യനും കൂടിയാണ് പറയുന്നത്. ദ വേർഡ്സ് കൗൺസിൽ, ക്രൈം, വെർഡിക്റ്റ് ആർ ഡെറിവേഡ് ഫ്രം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ലാറ്റിൻ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് ഓപ്ഷൻ ഡി ആയിരുന്നു, ഫ്രഞ്ച് ആണ് തന്നിരുന്നത്. ഓക്കെ, അതല്ല കറക്റ്റ്, ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് നോക്കിയിട്ടുണ്ടെങ്കിൽ 99th ക്വസ്റ്റ്യൻ ആണ്. അതിലും എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ K1 ആണോ, K2 ആണോ, K3 ആണോ, ഏതാണ് എഴുതിയത്? നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ആൻസർ ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ എവിഡൻസ് വെച്ച് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തിനാണ് നിങ്ങൾ ചലഞ്ച് ചെയ്യണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം 1 or 2 മാർക്കൊക്കെ വേണ്ടി വരുള്ളൂ പാസ്സാകാനായിട്ട്. അപ്പൊ അവർക്ക് നിങ്ങളുടെ ആൻസർ ഉറപ്പാണെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചലഞ്ച് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുത്. ഇനി പലർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ തന്നെ പരീക്ഷാ ഭവന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അതിൽ ഇങ്ങനെ ഒരു ഫോം ആയിരിക്കും കിട്ടുക. ഇതിൽ ഓർഡർ എന്ന് പറഞ്ഞെടുത്ത് കറക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കുക, പരീക്ഷാ ഭവന്റെ വെബ്സൈറ്റിൽ കയറുക. നമുക്ക് ചലഞ്ച് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാണ്? 7/2/2025 ആണ്. നോക്കുക, 7/2/2025 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ എന്ത് ചെയ്യണം? ഈ ഒരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് അവിടെ എത്തിയിരിക്കണം. ഓക്കെ, ഇവിടെ അഡ്രസ്സ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു അഡ്രസ്സിൽ വേണം നിങ്ങൾ അയക്കാനായിട്ട്. ഒന്നെങ്കിൽ നേരിട്ട് ചെല്ലാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? തപാൽ മാർഗം അയക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് ശേഷം അതായത് 7/2/2025 ശേഷം അപേക്ഷിക്കുന്ന അപേക്ഷകൾ എന്ത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്? സ്വീകരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിശ്ചിത മാതൃകയിലല്ലാത്തതുമായ, ഇവിടെ കറക്റ്റ്
കറക്റ്റ് ആയിട്ട് ഒരു ഫോം തന്നിട്ടുണ്ട്. ആ ഫോമിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ അപേക്ഷിക്കുന്നത് അതും എന്താണ്, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ. അപ്പൊ നമുക്ക് ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഫോം ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് K1 സൈക്കോളജി ആണ് ചലഞ്ച് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ആ സൈക്കോളജി പാർട്ടിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഉൾക്കൊള്ളിക്കുക. ഇനി നിങ്ങൾക്ക് EVS ചലഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത ഷീറ്റിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നോക്കാം, ഇനി ആ ഫോമിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ചലഞ്ചിങ് ഫോം എന്ന് പറയുന്നത്. നോക്കുക, കേട്ടറ്റ് നവംബർ 2024 എന്ന് പറയുന്നതാണ് ഈ ഒരു ഫോം. അത് നമ്മൾ എവിടെ ടച്ച് ചെയ്താൽ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഫോം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ച ആ ഒരു ഫോം ലഭ്യമാകുന്നതാണ്. അവിടെ എന്ത് ചെയ്യുക, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് കാറ്റഗറി എഴുതുക. കേട്ടറ്റ് 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ ഏതാണെന്നുള്ളത് എഴുതുക. ഇനി പാർട്ട് ആൻഡ് സബ്ജക്റ്റ് നമുക്കറിയാം അല്ലെ, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പാർട്ട് 1 സൈക്കോളജിയും നമ്മുടെ സബ്ജക്റ്റും ഉണ്ടാകും. ഇനി പാർട്ട് 2ഉം 3ഉം വരുമ്പോൾ അടുത്ത ലാംഗ്വേജ് എല്ലാം ഉണ്ടാകും. അപ്പൊ അത് ഏതാണോ അത് അവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പൊ നിങ്ങളുടെ കയ്യിലെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ OMR ഷീറ്റിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് വേണം നിങ്ങൾ ഇവിടെ എഴുതാനായിട്ട്. അതിനുശേഷം എന്താണ്, സെറ്റ് കോഡ് എഴുതുക. സെറ്റ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, A, B, C, D നിങ്ങൾക്ക് ഏതാണോ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണോ അതിന്റെ കോഡ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കുക, ഇനിയുള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ. ഇനി ഏതാണോ നമ്മൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ആ ക്വസ്റ്റ്യൻ നമ്പറും അതുപോലെ തന്നെ എന്താണ് ആ ക്വസ്റ്റ്യനും എഴുതുക. നമ്മൾ മുകളിൽ കോഡ് എഴുതിയിട്ടുണ്ട് അല്ലേ, A ആണോ B ആണോ C ആണോ D ആണോ ആ കോഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പറും ക്വസ്റ്റ്യനും വേണം ഇവിടെ എഴുതാനായിട്ട്. ഇനി നോക്കുക, ഇനി ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീ. അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിരിക്കുന്ന ഇതിന്റെ ആൻസർ ഇവിടെ ഫില്ല് ചെയ്യുക. അതിനുശേഷം കംപ്ലൈന്റ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ, അതായത് അതിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് ശരി, എന്തുകൊണ്ടാണ് അത് ശരിയാകുന്നത് എന്നുള്ളത് നിങ്ങൾ ഇവിടെ എഴുതണം. അതുപോലെ തന്നെ നമുക്കതിനൊരു എവിഡൻസ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ SCERT ബുക്കിലെ ഇന്ന പേജിൽ ഇത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു ബുക്കിലായിരിക്കില്ല, ഇപ്പൊ സൈക്കോളജി ഒക്കെ ആണെങ്കിൽ നമുക്ക് പല ബുക്കിൽ ഈ ഒരു കറക്റ്റ് ആണ്, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് എന്നുള്ള സാധൂകരിക്കുന്ന കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതെന്താണ് എന്നുള്ളത്, ഏത് ബുക്കില് ഇന്ന പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഇതിനോടൊപ്പം നമ്മൾ ആ ഒരു ബുക്കിന്റെ പേജാണോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ തന്നിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിന്റെ പേജാണോ അതെന്താണോ അത് കോപ്പി എടുത്തിട്ട് വേണം അത് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വെച്ചിട്ട് വേണം അയക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്തത് എന്താണ്, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എൻക്ലോസ്ഡ്. നമ്മൾ ഈ അപേക്ഷയുടെ കൂടെ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് വേണം ഇവിടെ പ്ലേസും ഡേറ്റും സിഗ്നേച്ചറും ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ അയക്കാനായിട്ട്. ഇവിടെ നോക്കുക, സിഗ്നേച്ചർ, നെയിം, നമ്മുടെ റോൾ നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ അയച്ചെങ്കിൽ മാത്രമാണ് അവർ അതും ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് അവിടെ എത്തിയെങ്കിലാണ് ഈ ഒരു അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ചലഞ്ച് ചെയ്യാനുണ്ട്, നിങ്ങളുടെ ആൻസർ ഉറപ്പാണ്, നിങ്ങൾക്ക് അതിന് ശക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് തന്നെ കൊണ്ടുപോയി അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നേരിട്ട് ചെല്ലാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് ചെന്ന് അപേക്ഷിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ ബേസ് ചെയ്തിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയുടെ
ക്വസ്റ്റ്യൻ്റെ എല്ലാ ഉത്തരവും നിങ്ങൾ ശരിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ശരിയാണ് എന്നുള്ള ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇതിനൊക്കെ അനുസരിച്ച് ഈ ഒരു നമ്മൾ ചലഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ പിന്നീട് തെറ്റാണെന്ന് തോന്നുന്നതും ഒക്കെ മാറ്റിയിട്ടായിരിക്കും റെക്ടിഫൈഡ് ആൻസർ കീ വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്ടിഫൈഡ് ആൻസർ കീയിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ചലഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് ഇതിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് K1 ഒക്കെ ആണെങ്കിൽ ഒരു കഴിഞ്ഞ തവണത്തെ അല്ലെ കഴിഞ്ഞ മുമ്പത്തെ തവണ പരീക്ഷാഭവൻ കൊടുത്ത ഒരു ആൻസർ ആയിരിക്കില്ല ചിലപ്പോൾ ഈ തവണ അതേ ക്വസ്റ്റ്യന് തന്നെ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ ചലഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് വേണം? വ്യക്തമായിട്ടുള്ള എവിഡൻസ് വേണം. അത് ഒഫീഷ്യൽ ആയിട്ട് വെറുതെ നമ്മൾ റാങ്ക് ഫയലിൽ നിന്നും ഒന്നും എടുത്തൊരു പേജ് ആയിരിക്കരുത്. ഒന്നെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കുന്ന ബുക്കുകൾ അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന ബുക്കുകൾ, SSCRT ബുക്സ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ സൈറ്റ്, ഇങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ നമുക്ക് എവിഡൻസ് വെക്കാനായിട്ട് പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം അല്ലെ, പ്രൊവിഷണൽ ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് ഏകദേശം കുറെ പേരൊക്കെ നിങ്ങൾ എഴുതിയവരൊക്കെ കേട്ടിട്ട് പാസ്സാകുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും LPSA UPSC ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു ലോങ് ബാച്ചിന് ശേഷം നമ്മളൊരു പുതിയ ബാച്ചാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു അടുത്തൊരു LP UP നല്ല രീതിയിൽ നിങ്ങൾ ബേസ് തൊട്ടേ ഇപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലുള്ള വിവരങ്ങൾ അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കേട്ടറ്റൊക്കെ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്